സഖാക്കളെ, നിങ്ങളോട് തന്നെയാണ്. എണീക്കൂ. ആ തോൽവിയിൽ മനസ്സ് വല്ലാതെ പതറിപ്പോയിരിക്കുകയല്ലേ? ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമ്മൾ പരാജയപ്പെട്ടു എന്ന് വല്ലാത്ത നിരാശയിലല്ലേ? വല്ലാത്ത പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരുന്നില്ലേ? ആക്ഷേപങ്ങൾ ചൊരിയുന്നില്ലേ? ഇനി എങ്ങനെ പുറത്തിറങ്ങും, അവരുടെ മുഖത്തേക്കൊക്കെ നോക്കുമെന്നുള്ള തോന്നൽ വല്ലാതെ ഉള്ളിൽ നിരാശ ഉണ്ടാക്കുന്നില്ലേ? അത് തന്നെയാണോ എൻ്റെയും അവസ്ഥ? നിങ്ങളും ചിന്തിച്ചു നോക്കൂ. എന്തോരം പഴികൾ കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. എന്നിരുന്നാൽ പിന്മാറാൻ പറ്റുമോ? ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് സാധാരണ രീതിയിലെ കപടന്മാർ ചെയ്യുന്നത് പോലെ ആ സംഭവിക്കുന്ന സന്ദർഭത്തിൽ പുറത്തു വരാതെ പതുങ്ങിയിരുന്നാൽ നമുക്ക് വലിയ തോതിൽ എന്തുണ്ടാകില്ല? അറ്റാക്ക് ചെയ്യപ്പെടില്ല. പക്ഷേ അറ്റാക്ക് ചെയ്യപ്പെടാൻ നിന്ന് കൊടുക്കുകയാണ്. അവരുടെ കലിപ്പ് അവിടെ തീരുമെങ്കിൽ തീരട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഇന്നലകളിൽ ഉയർത്തിയ ആശയത്തെ അല്ലെങ്കിൽ ആ കൊടിയെ താഴ്ത്തിക്കെട്ടാൻ പറ്റില്ലല്ലോ. അത് ഉയർന്ന് പറക്കേണ്ടത് ഇന്ന് ഈ കാലത്തിൻ്റെയും ഈ നാടിൻ്റെയും കൂടി ആവശ്യമല്ലേ? അതുകൊണ്ട് ഏത് സന്നിഗ്ധ ഘട്ടത്തിലും നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. വിജയിക്കുന്നത് വരെയും അല്ലെങ്കിൽ അവസാന ശ്വാസം വരെയും വിജയത്തിന് പോരാടും. വിജയിക്കുമെന്ന് തന്നെ പറയും. ചിലപ്പോൾ കാലിടറി വീണേക്കാം. ആ വീഴ്ച അത് ഓരോ അനുഭവങ്ങളായിരിക്കണം. ആ വീഴ്ചയിലെ പരിക്കുകൾ, അതിലെ മുറിവുകൾ, അതിലെ വേദനകൾ, അതെല്ലാം ഓരോ തിരിച്ചറിവുകളാകണം. അങ്ങനെയാകണം മുന്നോട്ട് പോകേണ്ടത്. എല്ലാ കാലത്തും വിജയത്തിൻ്റെ മാത്രം തിരഞ്ഞെടുപ്പാണെങ്കിൽ അതിലെന്ത് ഓർമ്മകളാണുള്ളത്? അതിലെന്ത് പോരാട്ട വീര്യമാണുള്ളത്? അതെ, തിരിച്ചടികളും. ഒരു മത്സരത്തിൽ രണ്ടുപേർ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ വീഴിക്കാൻ അവർ വളഞ്ഞ വഴിയിലൂടെ ആ മത്സരം വിജയിച്ചു എന്നിരിക്കും എന്ന് കരുതിക്കൊണ്ട് ആ സന്ദർഭത്തിൽ ഒന്ന് പതറിപ്പോയെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് പിന്നെയും വീറും വാശിയോടും കൂടി മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ്. തെറ്റുകൾ തിരുത്തിയിട്ടും നമ്മൾക്കുണ്ടായിട്ടുള്ള അപജയങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സന്ദർഭമാണ്. വളരെയധികം വിഷമമുണ്ട് എനിക്കും. കാര്യം ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന രണ്ട് വ്യക്തികൾ പരാജയപ്പെട്ടു പോയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഒന്ന് കുന്നുകുഴി വാർഡിൽ മത്സരിച്ച IP ബിനുവും, പിന്നെ മറ്റൊന്ന് പഞ്ചായത്തിൽ അണ്ടൂർക്കോണം പഞ്ചായത്തിലെ വലിയവിള വാർഡിൽ മത്സരിച്ച മാലിക് ജബ്ബാർ എന്ന വ്യക്തികൾ. രണ്ടുപേരോടൊപ്പം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. രണ്ടുപേരും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നവരാണ്.